നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര പ്രചരണ ജാഥ ഇന്ന് നിലമ്പൂരിൽ. പി.വി. അൻവറിന്റെ തട്ടകമായ നിലമ്പൂരിൽ അൻവറും ജാഥയുടെ ഭാഗമാകും. അരുൺ ചേരുന്നുണ്ട്. അരുൺ, അൻവറിന്റെ തട്ടകമായ നിലമ്പൂരിലാണ് ഇന്ന് ജാഥ. അൻവറും പങ്കെടുക്കും. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ജയലക്ഷ്മി, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ മലയോര യാത്ര നിലമ്പൂരെത്തുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി വരികയാണ്. കാരണം ഇത്തരത്തിൽ ഈ വനമേഖലയിലെ വിഷയങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ട പി.വി. അൻവർ കൂടി ജാഥയുടെ ഭാഗമാകും എന്ന് പറയുമ്പോൾ അൻവറിനെ സംബന്ധിച്ച് ആത്യന്തികമായി UDF-നൊപ്പം സഹകരിക്കുക എന്നൊരു ലക്ഷ്യമാണ്. അതിലേക്ക് ഓരോ ഘട്ടം ഘട്ടമായി ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഒരുങ്ങി വരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. പക്ഷേ UDF ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. UDF ഈ ഘട്ടത്തിലൊക്കെ കരുതലോടെയുള്ളൊരു നീക്കം തന്നെ നടത്തിയിട്ടുള്ളൂ. ആ ഘട്ടത്തിൽ കൂടിയാണ് എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയിൽ അൻവർ പങ്കെടുക്കുന്നത്. UDF-നെ സംബന്ധിച്ച് ഒരു വിഭാഗം നേതാക്കളുടെ ഒരു എതിർപ്പ് ഈ അൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെ ഈ UDF-ൽ പ്രവേശിപ്പിക്കണോ എന്ന കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു അനിശ്ചിതത്വത്തിൽ ആ വിഷയം ഇപ്പോൾ തുടരുന്നത്. ലീഗിനെ സംബന്ധിച്ച് ലീഗിൻ്റെ ഒരു പിന്തുണ പി.വി. അൻവറിന് ഉണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങളാകുന്നു. ഇന്നലെ ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സാദിഖ് അലി തങ്ങളും പി.കെ. കുഞ്ഞാലി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം ഒരു വേദി പി.വി. അൻവർ പങ്കെടുക്കുകയുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ ജാഥയിൽ കൂടി അൻവർ പങ്കെടുക്കുന്നത്. അത് അൻവറിന് UDF-ലേക്കുള്ള വാതിൽ തുറക്കുകയാണോ എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ആവുകയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ UDF അൻവറിനെ സ്വാഗതം ചെയ്തില്ലെങ്കിൽ പോലും ഭാവിയിലേക്ക് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുമ്പോൾ അൻവറിന് പിന്തുണ നൽകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളത് തന്നെയാണ് ഒരു സൂചനയായി നമ്മുടെ മുന്നിൽ എന്തായാലും വരുന്നത്. എന്തായാലും പ്രത്യക്ഷത്തിൽ പ്രതികരിക്കാൻ UDF നേതൃത്വം എന്തായാലും തയ്യാറാകുന്നില്ല. പക്ഷേ അൻവറിനുള്ള സാധ്യതകൾ ഓരോ ഘട്ടം ഘട്ടമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അൻവറിന് മുന്നിലുള്ള വാതിൽ അടച്ചിട്ടുമില്ല, തുറന്നിട്ടുമില്ല എന്നുള്ളതാണ്. എന്തായാലും ഓരോ ദിവസങ്ങളിലും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ട് അല്ലെ? ഈ ഒരു ജാഥയിൽ അൻവറിന്റെ പങ്കാളിത്തം വളരെ ശ്രദ്ധ നേടുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അതെ, തീർച്ചയായും ജയലക്ഷ്മി, അതിലേക്കാണ് ഞാൻ പറഞ്ഞെത്തിയത്. ഈ അൻവറിന് ഓരോ ഘട്ടം ഘട്ടമായി അത്തരത്തിലുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു. അതായത് ഇനി ഒരു ഘട്ടത്തിലെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പി.വി. അൻവറിനെ പിന്തുണയ്ക്കാൻ UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള ചിത്രം തെളിഞ്ഞു വരുന്നത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം അൻവർ ഈ ജയിലിലായതിനെ തുടർന്നുള്ള നീക്കങ്ങൾ UDF പിന്തുണ അർപ്പിക്കുന്നു. തുടർന്ന് സാദിഖ് അലി പാണക്കാട്ടെ തറവാട്ടിലെത്തി അൻവർ നേതാക്കളുമായി കാണുന്നു. പ്രതിപക്ഷ നേതാവിനെയൊക്കെ കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി പോസിറ്റീവായിട്ടുള്ള ഒരു സൂചനകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അൻവർ ആത്യന്തികമായി ആഗ്രഹിക്കുന്നുണ്ട് ഈ യാത്രയുടെ ഭാഗമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ UDF-ൽ ആലോചിച്ച ശേഷം അത്തരത്തിൽ ഒരു മറുപടി നൽകാമെന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് അൻവർ ഈ പങ്കെടുക്കുന്നത് എന്നുകൂടി അറിയുമ്പോൾ അത് UDF-ന്റെ ഭാഗത്തുനിന്ന് ഒരു പച്ചക്കൊടി ലഭിച്ചതിന്റെ ഭാഗമായി തന്നെ ആകാം എന്നുള്ളത് തന്നെയാകും വിലയിരുത്തപ്പെടുന്നത്. അൻവറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം പി.വി. അൻവറിന്റെ നീക്കങ്ങൾ, പി.വി. അൻവർ രാഷ്ട്രീയ കേരളത്തിൽ ഓരോ ദിവസവും ഉണ്ടാക്കുന്ന കോളിളക്കങ്ങൾ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ജാഥയിൽ അൻവർ പങ്കെടുക്കും. അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.